ഹായ് ഗായ്സ്, ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 നോമിനേഷൻസ് ആണ് ഉള്ളത്. 8 പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം വരിമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും സന്ദർശിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഏതായാലും വളരെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വോട്ടിങ്ങിനുണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രി 7 മണി വരെയുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് രേണു കടന്നു വന്നാണ് എല്ലാവരും അമ്പരപ്പിക്കുന്നത്. ഇപ്പോൾ രേണു സുധിക്ക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. അനുമോളെ അട്ടിമറിച്ചുകൊണ്ടാണ് രേണു സുധി തൻ്റെ 1ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8200 എന്ന കൂറ്റൻ വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് രേണു സുധി. 2ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രേണു സുധിയോട് അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ് അനുമോൾക്ക്. ഇപ്പോൾ 8007 വോട്ട് നേടി 2ാം പൊസിഷനാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 3ാം പൊസിഷനിൽ ജിസേൽ തക്രൽ തന്നെയാണ് തുടരുന്നത്. തുടക്കത്തിൽ വളരെയധികം വോട്ടിംഗ് കുറവുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം കണ്ടുവരുന്ന മത്സരാർത്ഥിയാണ്. ബിഗ് ബോസ് ഹൗസിലെ പ്രകടനമാണ് ഇത്രയും വോട്ട് നേടാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 6250 വോട്ട് നേടി 3ാം പൊസിഷനിലാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുകയാണ്. ആര്യന് തുടക്കം കിട്ടിയ ഒരു മുൻതൂക്കം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ വോട്ടിങ്ങിൽ നല്ലധികം കുറവ് വരുന്നുണ്ട്. 6035 വോട്ട് നേടിയാണ് തൻ്റെ 4ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ് ശൈത്യ സന്തോഷിന് വളരെയധികം ഒരു വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. ഇനിയും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തുടക്കമുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ശൈത്യ സന്തോഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 5230 വോട്ട് നേടി 5ാം പൊസിഷനിലാണ് തുടരുന്നത്. 6ാം പൊസിഷനിൽ ശാരികയാണുള്ളത്. ശാരിക ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 6ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. 4350 വോട്ട് നേടിയാണ് 6ാം പൊസിഷനിലുള്ളത്. 7ാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്താണുള്ളത്. 4160 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. മുൻഷി രഞ്ജിത്തും ഇപ്പോൾ ഡേഞ്ചർ സോണിലാണെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. 8ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ തുടക്കം മുതലേ ലാസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ്. ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. 8ാം പൊസിഷനിലുള്ള നെവിന് 3302 വോട്ടാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്.